ശരി, മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മംഗലം ഡിവിഷനിൽ നിന്നുള്ള UDFന്റെ വിജയം ചരിത്രമായി. 22-കാരിയായ PG ആദ്യ വർഷ വിദ്യാർത്ഥി ആരതി പ്രദീപ് 11,000-ലേറെ വോട്ടുകൾക്കാണ് LDFന്റെ കോട്ട തകർത്തത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗമായി മാറിയ ആരതി വയനാട്ടിലാണ് പഠിക്കുന്നത്. മംഗലം ഡിവിഷൻ പരിധിയിലെ കോളേജിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ആരതി ഒരുങ്ങുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 33-ൽ 33 സീറ്റും നേടി UDF പ്രതിപക്ഷമില്ലാതെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഏതായാലും അതിൽ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് മംഗലം ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. 22-കാരിയായ KSU പ്രവർത്തകയായ നേതാവായ ആരതി പ്രദീപാണ്, PG വിദ്യാർത്ഥിയാണ്, അവിടെ നിന്ന് വിജയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട വിജയം 11,000-ലധികം വോട്ടിനാണ് ഒരു ഇടത് കോട്ട തകർത്തെറിഞ്ഞ് ആരതി പ്രദീപ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുന്നത്. ആരതി പ്രദീപും കുടുംബവും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു വിജയം, ഒരു ഇടതുകോട്ട തകർത്തുകൊണ്ടാണ് ഒരു KSUകാരി ഈ വിജയം നേടുന്നത്. എത്രത്തോളം ഉണ്ട് ഒരു സന്തോഷം? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ വലിയൊരു തേരോട്ടം തന്നെ UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു സൂചനയാണ്. ഈ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിലും വലിയൊരു മുന്നേറ്റം, ഒരു വിജയം UDF കാഴ്ചവെക്കും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ സൂചനയാണ്. അപ്പോൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്കും അതുപോലെ തന്നെ UDFൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ KSU, MSF, എല്ലാ UDFൻ്റെ പ്രവർത്തകർക്കും പാർട്ടി നേതൃത്വത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 22-കാരി PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വം വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. വലിയൊരു ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആദ്യഘട്ടം വളരെ ഭംഗിയോടെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തക എന്ന് പറഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളൊരാശങ്ക. പക്ഷെ അവർ രണ്ട് കൈയിൽ നീട്ടിയിട്ട് അവരിൽ ഒരാൾ, അവരൊരു മകളെ പോലെയാണ് എന്നെ സ്വീകരിച്ചിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു സ്നേഹം തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസമായിട്ട് ഉണ്ടായത്. മത്സരിക്കാൻ വരുമ്പോൾ തന്നെ